ഓം ശാന്തി. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭാരം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എത്ര ഉയർന്ന് ചിന്തിക്കണം എന്ന് നമ്മൾ കരുതിയാലും ആ ഉയരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു അര ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ച് നോക്കിയാൽ അര ഗ്ലാസ് വെള്ളം കയ്യിൽ വയ്ക്കുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ള പ്രക്രിയയാണ്. അതേസമയം ആ അര ഗ്ലാസ് വെള്ളം തന്നെ ഒരു മണിക്കൂർ കയ്യിൽ പിടിച്ച് നിൽക്കേണ്ടി വന്നാൽ കൈ കടയാൻ തുടങ്ങും. ഒരു ദിവസം മുഴുവൻ ആ അര ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിച്ച് അതേപോലെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ അര ഗ്ലാസ് വെള്ളത്തിൻ്റെ വെയിറ്റ് അത് ആദ്യം കയ്യിലെടുത്തപ്പോഴും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും അത് മണിക്കൂറിലോളം നിൽക്കുമ്പോഴും വെള്ളത്തിൻ്റെ വെയിറ്റ് അത് തന്നെയുള്ളൂ. പക്ഷേ എത്ര കൂടുതൽ സമയം അത് നമ്മുടെ കയ്യിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടോ അത്രയും അതിൻ്റെ ഭാരം കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. നമ്മുടെ കൈ കടയാൻ തുടങ്ങും, വേദനിക്കാൻ തുടങ്ങും. ഇതുപോലെയാണ് കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളെ, കൊച്ചു കാര്യം സംഭവിച്ചു, എൻ്റെ മനസ്സിനൊരു വിഷമം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടായി എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏത് വിധി സ്വന്തമാക്കണോ ആ വിധിയിലൂടെ മനസ്സിൻ്റെ ഭാരം ഇല്ലാതാക്കിയില്ല എങ്കിൽ നമുക്ക് ഉയർന്നു പറക്കാനായിട്ട് സാധ്യമല്ല. കണ്ടിട്ടില്ലേ, കോഴിയമ്മ തൻ്റെ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴുകൻ വരുമ്പോൾ അത് പറന്നു പൊന്താൻ വേണ്ടി പരമാവധി പരിശ്രമിക്കാറുണ്ട്. പക്ഷേ അത്രയും വേഗത്തിൽ കഴുകൻ കുഞ്ഞിനെയും കൊണ്ട് പറന്നു പോയിക്കളയും. ആ കോഴിയമ്മ പറ്റുന്നത്ര ഹൈറ്റിൽ ഉയർന്നുകൊണ്ട് പിന്നെ താഴത്ത് കൊക്കിപ്പറന്ന് ഓടി നടക്കുക ചെയ്യുക. അതിന് വിഷമമുണ്ട്, പ്രതികരിക്കണം എന്നുണ്ട്, അത് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഭാരക്കൂടുതൽ കൊണ്ട് അതിന് ഒരു കഴുകനെപ്പോലെ പറന്ന് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തീക്ഷ്ണമായ ഇച്ഛയുണ്ട്, പക്ഷേ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഭാരക്കൂടുതൽ കൊണ്ട്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആ സ്വപ്നത്തിനെ കാണുമ്പോഴും നമ്മൾ അതിലേക്ക് വേണ്ടി സങ്കല്പം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഞാൻ 2 കപ്പ് മെത്തേഡ് 2 ആഴ്ച ചെയ്തു, അല്ലെങ്കിൽ ഇന്നത് ഇത്ര സമയം ചെയ്തു, എന്നിട്ടും എന്നെക്കൊണ്ട് അത് നടക്കുന്നില്ല, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയും മുന്നേ ഞാൻ നിങ്ങളൊരു കാര്യം പറയുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരം കളയാതെ ഒരിക്കലും നമുക്ക് ഉയരത്തിലേക്ക് പറന്നു പൊന്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിനുള്ളതായിരിക്കുന്ന വിഷമങ്ങൾ എന്തു തന്നെയാണെങ്കിലും കാരണം എന്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളതല്ല, ഉപബോധ മനസ്സിന് ഇത്രയേ അറിയുള്ളൂ, ഇത് വേദനയാണ്. വേദന ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തൊക്കെ തന്നെ ആരൊക്കെ തന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്താലും, ഓ നീയല്ലേ അങ്ങനെയാവാൻ പോകുന്നത്, നിങ്ങളല്ലേ ഇങ്ങനെയായി തീരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ മുന്നോട്ട് കാൽ വയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വിമർശനത്തിൻ്റെ കൂരമ്പുകൾ തന്നെയായിരിക്കും. കേൾക്കുന്ന സമയത്ത് അഥവാ നമ്മുടെ മനസ്സ് ശക്തിശാലിയല്ല എങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് വല്ലാതെ വേദനിച്ചു പോവും, മുറിവേറ്റു പോവും. മുറിവേറ്റ് കഴിഞ്ഞാൽ മുറിവ് എന്തുകൊണ്ട് മുറിവുണ്ടായി എന്നുള്ളതല്ല, അതിൻ്റെ ആഴമനുസരിച്ച് അതിൽ നിന്ന് രക്തം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതുപോലെ മനസ്സിൽ മുറിവേൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മുറിവേറ്റു എന്നതല്ല, മനസ്സിൽ നിന്ന് അതിൻ്റെ ഭാരം, അതിൻ്റെ രക്തം പുറത്തേക്ക് ഒഴുകുക തന്നെ ചെയ്യും. എന്നുവെച്ചാൽ അർത്ഥം നെഗറ്റീവ് എനർജി, നെഗറ്റീവ് വൈബ്രേഷൻ നമ്മളോട് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അർത്ഥം. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ ദിവസം ഒരു ചെറിയ കാരണം കൊണ്ടായിരിക്കാം, ആ കാരണം കൊണ്ട് ഈ കാരണം കൊണ്ട് അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറി, ഇവരെന്നെ റെസ്പെക്റ്റ് ചെയ്തില്ല, ഇവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ നെഗ്ലക്റ്റ് ചെയ്യുന്നു, എനിക്ക് വേണ്ട കെയർ തരുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇതൊന്നും ഇല്ലാത്ത ആരുടെ ജീവിതം ഞാൻ കാണുന്നേ ഇല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോകത്ത്. കലിയുഗല്ലേ, ഇതൊക്കെ തന്നെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കുന്ന മൂല്യത്തിനനുസരിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൂടും. നമ്മൾ ആ പറയുന്ന വ്യക്തി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എന്നോട് മോശമായി പറയുന്നതെങ്കിൽ അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ അർത്ഥം ആ ഫീൽ ചെയ്തത് ആഴത്തിൽ പോയി കിടക്കുകയും അതൊരുപാട് സമയം നമ്മുടെ മനസ്സിനുള്ളിൽ വേദനയായി നിലനിൽക്കുകയും ചെയ്യും. ഓരോ സമയം കഴിയും തോറും ആ വേദനയുടെ ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കും, ഭാരം കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ സങ്കല്പത്തിൽ ഊർജം ചോർന്നു പോയിക്കൊണ്ടിരിക്കും, നമ്മൾ കാണുന്ന വിഷ്വലൈസേഷൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. പതുക്കെ 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 നമ്മുടെ ശക്തി ചോർന്നു പോകുന്നു നമ്മളറിയില്ല.
അതുകൊണ്ട് ആര് തന്നെ ആയിക്കോട്ടെ, എന്താര് പറഞ്ഞാലും എങ്ങനെയൊക്കെ കാണിച്ചാലും അത് പുറത്തേ ഏൽക്കുള്ളൂ, എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ. നമ്മൾ പറയില്ലേ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയുന്നത് പോലെ, നമുക്ക് ദുഃഖം ഞാൻ സ്വീകരിക്കില്ല എന്നതായിരിക്കുന്ന ദൃഢപ്രതിജ്ഞ കൊണ്ട് ആ ഒരു പ്രൂഫ് നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മുടെ മനസ്സിന് എല്ലാ സമയത്തും ഒരു പോസിറ്റീവായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ പവർഫുൾ ആൻഡ് പോസിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി കണ്ടെത്തിയേ പറ്റൂ. സമയം ഒരിക്കലും മറ്റൊരാൾക്ക് നമുക്ക് തരാനാവില്ല. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. ആ 24 മണിക്കൂറിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിൽ നിന്നെങ്കിലും കണ്ടെത്തിക്കൊണ്ട് കുറച്ച് സമയം നല്ല കാര്യങ്ങൾ പഠിക്കാനും കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാനും നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ ദിവസവും കുറച്ച് സമയം കണ്ടുകൊണ്ട് മനസ്സിൻ്റെ ഭാരമില്ലാതാക്കി പല ടെക്നിക്കുകളും മനസ്സിൻ്റെ ഭാരം ഇല്ലാതാക്കാനുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയുകയാണ്, ഒന്ന് രാത്രി ഉറങ്ങും മുന്നേ ഈശ്വരന് കത്തെഴുതിക്കൊണ്ട് മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഈശ്വരനോട് പറഞ്ഞു തീർക്കുക. അഥവാ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ആ കത്ത് രാത്രി നിങ്ങൾ കിടക്കാൻ നേരത്തെ എഴുതി കിടക്കയടിയിൽ വെച്ച് രാവിലെ എടുത്ത് കീറിക്കളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മനസ്സിലെ ഭാരത്തെ ഒഴിവാക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ്. അതല്ല നിങ്ങൾക്ക് എഴുതാനാവാത്ത സാഹചര്യമാണെങ്കിൽ ഈശ്വരനെ മനസ്സിലൊരു ഫ്രണ്ടിനെ പോലെ കണ്ടുകൊണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ ഭാരത്തിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഓഡിയോ വീഡിയോ സഹിതം ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് മനസ്സിൽ എല്ലാ ദൃശ്യങ്ങളും വരുന്നത് കാണുക. അത് കഴിഞ്ഞ ശേഷം എല്ലാം ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സിനൊരു ഭാരക്കുറവ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലൂടെ മനസ്സിൻ്റെ ഭാരത്തെ ഇല്ലാതാക്കി മനസ്സിലെ നെഗറ്റീവ് സങ്കല്പങ്ങളുടെ ഭാരത്തെ കുറച്ച് മനസ്സിനെ ശുദ്ധമാക്കാനുള്ളതായിരിക്കുന്ന ഒരു പ്രക്രിയ ദിവസവും നമ്മൾ ചെയ്തേ പറ്റൂ. എല്ലാ ദിവസവും ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ വീടടിച്ച് വരി തുടയ്ക്കാറുണ്ട്. അതേപോലെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ദിവസവും കുറച്ച് സമയം നമ്മൾ ചെയ്യുകയും ആ രീതിയിൽ മനസ്സിലെ ഭാരങ്ങളെ ഓരോന്നായിട്ട് എന്നും ഒഴിവാക്കി കളയുക. ഇനി അഥവാ പണ്ടത്തെ സ്മൃതികൾ വളരെ ആഴത്തിൽ മുറിയുണ്ടാക്കിയതായിട്ടുള്ള സ്മൃതികളാണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലെ പഴയ ഓർമ്മകളെ ഡിലീറ്റ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചൊരു NLP മെത്തേഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കണം. അതുപയോഗിച്ചുകൊണ്ട് മനസ്സിലെ ആ ഭാരത്തിനെയും ഇല്ലാതാക്കി കളഞ്ഞേക്കുക. ഭാരം ഉള്ള ഒരു പക്ഷിക്ക് ഉയർന്ന് പറക്കാനാവില്ല. അതുപോലെ മനസ്സിൻ്റെ ഭാരമുള്ള ഒരാൾക്ക് തൻ്റെ സങ്കല്പങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് അസ്ത്രം പോലെ അയച്ചുകൊണ്ട് വൈബ്രേഷൻ അഥവാ പ്രകമ്പനങ്ങളെ ഉണ്ടാക്കി തൻ്റെ സ്വപ്നത്തെ സത്യമാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഞാൻ തീവ്രമായ ഇച്ഛയോടുകൂടിയാണ് ചെയ്യുന്നത്, ഞാൻ പൂർണ്ണമായിരിക്കുന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്, ഇത് നടക്കും എന്നതിൽ എനിക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടായിരുന്നു, എല്ലാം ശരിയാണ്, ആ ഭാഗം എല്ലാം കറക്റ്റാണ്. പക്ഷേ ഈ അയക്കുന്ന അസ്ത്രത്തിൻ്റെ പവർ എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ വീക്കായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന് കിട്ടാതാവുന്നത്, പലപ്പോഴും പല പ്രയത്നങ്ങളും നമ്മുടെ വിഫലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പഴയ മെമ്മറീസ്, പഴയ സ്മൃതികൾ കാല് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാ ബ്ലോക്കുകളും ഇല്ലാതാക്കാൻ വേണ്ടി മനസ്സിൻ്റെ ഭാരങ്ങളെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ച് മനസ്സിനെ ഭാരമില്ലാതാക്കി രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ രാവിലെ ഉണർന്നുടനെയുള്ളതായിരിക്കുന്ന ധ്യാനം, ഈ 2 സമയത്തും മെഡിറ്റേഷൻ്റെ കാര്യത്തിലും അത് കഴിഞ്ഞ ശേഷം ആദ്യത്തിൽ കുറച്ച് സമയം നല്ല കാര്യങ്ങളെ പഠിക്കാനും ആ പഠിച്ചതിനെ മനനം ചെയ്തുകൊണ്ട് കൈകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സിനെ ബിസിയാക്കി വയ്ക്കുന്ന രീതിയിൽ പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യാതെ ഒരിക്കലും മനസ്സാ വഴിക്ക് പോവില്ല. അതിനിഷ്ടം അലഞ്ഞു നടക്കാൻ തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ടുള്ള മനസ്സിൻ്റെ ശീലമാണ് അലഞ്ഞു നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് മനസ്സിന് പ്ലാനിങ് കൊടുത്ത് അതിനെ പോസിറ്റീവായിട്ടുള്ള ആ തിങ്കിങ് പാറ്റേണിലൂടെ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ സുഖം അനുഭവിക്കാൻ തുടങ്ങിയാൽ ഇതും ഒരു ശീലമായി മാറിക്കഴിഞ്ഞാൽ ഇതിലും നമുക്ക് ആനന്ദിക്കാൻ പറ്റും. അറിയാതെ ഈ വഴിക്ക് നമ്മൾ വരാൻ തുടങ്ങും. പക്ഷേ ആദ്യം അതിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം കുറച്ച് നല്ല കാര്യങ്ങളെ പഠിച്ച് അതിനെ മനനം ചെയ്ത് ദിവസത്തിൽ ഇന്ന സമയങ്ങളിൽ ഞാൻ ഇന്ന രീതികളിലൊക്കെ ഓർമ്മിക്കും, ഇത് ഓർമ്മിക്കും, ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യും, ഇത് അനുഭവിക്കും എന്നൊക്കെ രീതിയിൽ നമ്മുടെ മനസ്സിന് കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് മനസ്സിനെ പോസിറ്റീവ് പാത്തിലൂടെ നടക്കാൻ പഠിപ്പിച്ചാൽ നമുക്ക് പഴയ മെമ്മറീസിനെ പതുക്കെ 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 ഒഴിവാക്കാം, ഭാരം കൂട്ടാതിരിക്കാം. എന്നാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം, അഥവാ ഉയരങ്ങളിലേക്ക് പറന്ന് ഉയരാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ഭാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് പറന്നുയരാനും എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.